സിന്ദൂരരേഖ ഭാഗം 18. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്ന് വല്ല ബോധവും ഉണ്ടോ എൻ്റെ മോന്? അമ്മാള് മുകളിലേക്ക് കയറി പോയപ്പോൾ തന്നെ അമ്മ സോഫയിലിരിക്കുന്ന മനുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. മനു അത് കേട്ടതും അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആക്ച്വലി ഐ നീഡ് എ ബ്രേക്ക് അമ്മ. എനിക്ക് പറ്റുന്നില്ല. ആകെ ഈ ടൈറ്റ് സ്കെഡ്യൂൾ, തിരക്കും ബഹളവും. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ജയ്പൂരിലേക്ക് പോകണമെന്ന് പറയുന്നത്. മാത്രമല്ല എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നീ ഇപ്പോഴും നിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ആലോചിക്കുന്നത് മനു. തിങ്ക് ഓഫ് ഹെർ സൈഡ്. അവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഇത്ര ദിവസമായിട്ട് അതിനോട് നേരെ ചൊവ്വയൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? അമ്മ അങ്ങനെ ചോദിക്കുന്നത് കേട്ടതും ഒരുപക്ഷെ അമ്മയും ഉണ്ണിയും കൂടി പ്ലാൻ ചെയ്തിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് മനുവിന് പെട്ടെന്ന് തോന്നിയത്. അവൻ അതിന് ഒന്നും മിണ്ടിയില്ല. ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാലാവാം. ബട്ട് പോകുന്നതിന് മുൻപ് ഒന്നില്ലെങ്കിൽ നീ അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ നീ പോകുമ്പോൾ കൂടെ അവളെയും കൊണ്ടുപോകണം. അമ്മയുടെ ശബ്ദത്തിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഒരു ഭാവമായിരുന്നു. നോ, അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതൊക്കെ റിസ്കിയാണ്. ഐ കാൺ ഗീവ് ഹെർ ഡ്യൂ കെയർ. അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ മനു അതിനെ എതിർത്തിരുന്നു. അമ്മ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി. അമ്മ പറഞ്ഞതുപോലെ നാളെ പോകുന്നതിന് മുൻപായിട്ട് തന്നെ അവളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് തന്നെ മനു തീരുമാനിച്ചു. പിന്നെ ഇന്ന് വൈകിട്ട് രണ്ടുപേരും കൂടി അമ്മാളുവിൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കണം. നാളെ തിരികെ വരാം. ഒരു ചടങ്ങാണ്, മുടക്കം വരുത്തണ്ട. നാളെ നടത്താമെന്നാണ് കരുതിയത്. പക്ഷേ നാളെ നിനക്ക് പോകണമെന്നല്ലേ പറയുന്നത്. സോ ദാസേട്ടനെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. അമ്മ പറഞ്ഞതും മനു പിന്നെ അതിനെ എതിർത്തില്ല, സമ്മതിച്ചു കൊടുത്തു. അവൻ മുകളിലേക്ക് പോയപ്പോൾ ബാൽക്കണിയിൽ നിന്ന് അവൾ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുന്ന ശബ്ദം അവന് കേൾക്കാനാവുന്നുണ്ടായിരുന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ തൻ്റെ മുറിയിലേക്ക് കയറി. അന്ന് വൈകുന്നേരം പോകാൻ ഇറങ്ങുന്നത് വരെ അവളോട് സംസാരിക്കണം എന്നവനുണ്ടായിരുന്നു. എങ്കിലും അതിന് കഴിയുന്നില്ലായിരുന്നു. സംസാരിക്കാൻ പറ്റിയ രീതിയിലൊരവസരം ഒത്തു വന്നില്ല എന്നതായിരുന്നു സത്യം. വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞപ്പോഴാണ് ഈ ചടങ്ങ് ഇന്ന് നടത്തുന്നു എന്ന കാര്യം അമ്മാളും അറിയുന്നത്. മനുവിനോട് അമ്മ ഇക്കാര്യം പറഞ്ഞിട്ടും അവനത് അവളോട് പറഞ്ഞില്ലായിരുന്നു. അമ്മാളും അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ മനുവിനെ ഒന്ന് നോക്കി. പിന്നെ അന്നേരം ഒന്നും പറയാൻ പോയില്ല എന്ന് മാത്രം. പോകുന്ന വിവരം ഉണ്ണിയോടും വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും ഇറങ്ങിയത്. അമ്മാള് പതിവ് പോലെ വണ്ടിയിലേക്ക് കയറിയപ്പോൾ മുതൽ മൗനമായിട്ടിരിക്കുകയാണ്. അവളുടെ ഉള്ളിൽ പലവിധ ചിന്തകളായിരുന്നു. ഈ വിവാഹം, അത് നടക്കാനുണ്ടായ സാഹചര്യങ്ങൾ, ഇപ്പോഴുള്ള അവൻ്റെ ഈ പെരുമാറ്റം ഒക്കെ കൂടി അമ്മാളുവിനാകെ തല പെരുക്കും പോലെയാണ് തോന്നിയത്. ഒന്നും മിണ്ടാതെ പതിവ് പോലെ അവൾ കാറിൻ്റെ വിൻഡോയിലേക്ക് തലചാരി വെച്ച് അങ്ങനെ ഇരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെയാണ് അവൾക്ക് ആ സമയം തോന്നിയത്. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങോട്ടാണ് വണ്ടി പോകുന്നതെന്നോ അവൻ എന്താണ് ചെയ്യുന്നതെന്നോ ശ്രദ്ധിക്കാനുള്ള സമയമൊന്നും അവൾക്കില്ലായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഓർത്ത് ആലോചിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി എവിടെയോ നിർത്തിയപ്പോഴാണ് അമ്മാള് സ്വപ്നലോകത്ത് നിന്നിറങ്ങിയത്. അവൾ ഞെട്ടലോടെയാണ് മുന്നിലേക്ക് നോക്കിയത്. ജവഹർലാൽ നെഹ്റു പാർക്ക് എന്നവിടെ മുൻപിലായി തന്നെ വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടതും അവൾ അവനെയാണ് ആദ്യം നോക്കിയത്. എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന സംശയമായിരുന്നു അവളിൽ അന്നേരം നിറഞ്ഞു നിന്നിരുന്നത്. ഇറങ്ങ്. എന്നാൽ അവൻ പറഞ്ഞതും അവൾ കാറിൽ നിന്നിറങ്ങി. അവൾ ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്തായി തന്നെ അവൻ കാറ് പാർക്ക് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും വിളിച്ച് മുന്നിലേക്ക് നടന്നു. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം രണ്ടുപേരും പാർക്കിനുള്ളിലേക്ക് കയറി. അപ്പോഴും അവൾ അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് അവനിപ്പോൾ തന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു. പാർക്കിനുള്ളിലേക്ക് കയറി അതിൻ്റെ അരികിലായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോൺ ബെഞ്ചിലേക്ക് അവർ ഇരുന്നു. അവളോട് അതിലേക്ക് ഇരിക്കാൻ അവൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഏതോ മായാലോകത്തെന്നതുപോലെ അവനെ നോക്കിക്കൊണ്ട് അവൾ ആ സ്റ്റോൺ ബെഞ്ചിൻ്റെ അരികിലേക്കിരുന്നു. താൻ ഇനി എന്നാ തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്? അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നുവെങ്കിലും ഏതോ സ്വപ്നലോകത്തെന്നതുപോലെ ആയിരുന്നു അവളുടെ ചിന്തകൾ. അതുകൊണ്ട് തന്നെ അവൻ എന്താണ് തന്നോട് ചോദിച്ചതെന്ന് അവൾ വ്യക്തമായിട്ട് കേട്ടില്ലായിരുന്നു. അവൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കുറച്ച് സമയമായിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ മുഖത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വിരലൊന്ന് ഞൊടിച്ചു. അവൻ അങ്ങനെ വിരൽ ഞൊടിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചത് താൻ കേട്ടായിരുന്നോ? അവൻ ചോദിച്ചതും അമ്മാള് ചുമല് കൂച്ചിക്കൊണ്ട് ഇല്ലെന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു. താനിനി എന്നാണ് ജോലിക്ക് തിരികെ ജോയിൻ ചെയ്യുന്നതെന്ന്? ഞാൻ നെക്സ്റ്റ് മൺഡേ ജോയിൻ ചെയ്യും. അമ്മാള് പറഞ്ഞതും അവനൊന്നും മൂളി. ഞാനിപ്പോൾ തന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. വീട്ടിൽ വെച്ച് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. ആകെ വല്ലാത്ത തിരക്കായിരുന്നല്ലോ. തനിക്കും അതിനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ വർക്കൊക്കെ ചെയ്യാനാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടും ഉണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ പറഞ്ഞു നിർത്തിക്കൊണ്ട് അമ്മാളുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാനൊരു സത്യം പറയാം. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ മെൻ്റലി എനിക്ക് ഈ ഒരു വിവാഹത്തിനോട് അക്സെപ്റ്റഡ് ആവാൻ പറ്റിയിട്ടില്ല. അവൻ അങ്ങനെ പറഞ്ഞു നിർത്തിക്കൊണ്ട് അമ്മാളുവിനെ ഒന്ന് നോക്കി.
അവൾ അതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവനോടൊന്നും തിരികെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരുന്നത് തനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. സത്യത്തിൽ എനിക്കിതിനോടൊക്കെ ഒന്ന് സെറ്റാവാനായിട്ട് കുറച്ചുകൂടി സമയം വേണമെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞതും അവൾ അവനെ തലയാട്ടി സമ്മതിച്ചു കൊടുത്തു. അല്ലാതെ അവനീ പറയുന്നതിനൊക്കെ അവൾ എന്ത് മറുപടി പറയാനാണ്? പിന്നെ നാളെ എനിക്ക് ജയ്പൂരിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. എന്ത് കാരണം കൊണ്ടായാലും അത് മുടക്കാൻ പറ്റില്ല. ബിക്കോസ് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൂടിപ്പോയാൽ ഒരാഴ്ച, അതിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും. അവൻ അങ്ങനെ പറഞ്ഞതും അമ്മാളു തലയാട്ടിക്കൊണ്ടിരുന്നു. അവൾക്ക് അതല്ലാതെ അവനീ പറയുന്നതിനൊക്കെ അവനോട് മറുപടിയായി തിരികെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നില്ല. അവൻ പറയുന്നതെല്ലാം അവൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക മാത്രം ചെയ്തു. പിന്നെ ഇത്രയും ദിവസമായിട്ടും തന്നോട് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ കഴിയാതിരുന്നത് എൻ്റെ തെറ്റാണ്. അതിന് ഞാൻ സോറി ചോദിക്കുവാണ്. ഇറ്റ്സ് ഓക്കെ. ഇതല്ലാതെ വേറെന്തെങ്കിലും പറയാനുണ്ടോ? വളരെ ബോൾഡായിട്ട് തന്നെ അമ്മാളു അവനോടത് തിരികെ ചോദിച്ചു. അവനില്ലെന്ന രീതിയിൽ തലയാട്ടിയതും അമ്മാളു പോകാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതും സമ്മതിച്ചു. പിന്നീട് കൂടുതൽ സമയം അവിടെ ഇരിക്കാൻ നിൽക്കാതെ രണ്ടുപേരും തിരികെ അമ്മാളുവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. പാർക്കിൽ നിന്നും തിരികെ അമ്മാളുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും ആ കാറിനുള്ളിൽ പതിവ് പോലെ മൗനം തന്നെയായിരുന്നു. അവൾ അവനോടോ അവൻ അവളോടോ ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നതാകും ശരി. പോകുന്ന വഴിയിൽ ഒരു കടയിൽ നിർത്തി അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് മധുര പലഹാരങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ടാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. നിശബ്ദമായി അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്ന ആ കാറിനുള്ളിൽ അപ്പോഴും ചെറിയ രീതിയിൽ FM റേഡിയോയിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂരി ദൂരെ. പിന്നെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് FM-ൽ പാട്ടൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ സ്റ്റോറിയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും കേട്ടോ. ഓക്കെ. അല്പം നീണ്ട നേരത്തെ നിശബ്ദമായ യാത്രയ്ക്കൊടുവിൽ കാർ അമ്മാളുവിൻ്റെ വീട്ടിലെത്തി. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും അപ്പുവും ഒക്കെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും അവൾക്കത് 2 യുഗം പോലെ ആയിരുന്നു തോന്നിയത്. കാർ നിർത്തിയ ഉടനെ തന്നെ അവൾ തുറന്ന് പുറത്തേക്കിറങ്ങി അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. അച്ഛനെയും അമ്മയെയും ഒരു കുഞ്ഞു കുട്ടിയുടെ കണക്ക് അവൾ ഓടി വന്ന് വാരിപ്പുണർന്നു. സുഖാണോ എൻ്റെ മോക്ക്? അച്ഛനും അമ്മയും അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അരുമയായി ചോദിച്ചു. അവൾ അതിന് സുഖാണെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് അവരുടെ 2 പേരുടെയും കവിളിൽ അമർത്തി ഉമ്മ കൊടുത്തു. അതിനിടയിലേക്ക് അപ്പു കൂടി കടന്നു വന്നതും അത് പിന്നെ അവരുടെ സ്വർഗമായി മാറി. വരുന്ന വഴിക്ക് വാങ്ങിയ സാധനങ്ങൾ അടങ്ങുന്ന കിറ്റുമൊക്കെ ആയിട്ടായിരുന്നു മനു അകത്തേക്ക് കയറി വന്നത്. എന്തിനാ ഇത്രയും മാത്രം സാധനങ്ങളൊക്കെ വാങ്ങിയത് മോനെ? കയ്യിൽ 3-4 കിറ്റൊക്കെ ആയിട്ട് നടന്നു വരുന്ന മനുവിനെ കണ്ടതും അച്ഛൻ അല്പം ശകാരത്തിൻ്റെ ശബ്ദത്തിൽ തന്നെയായിരുന്നു അവനോടത് ചോദിച്ചത്. അതിന് മനു അയാളെ നോക്കി ഒന്ന് കണ്ണടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കാണിക്കുക മാത്രമാണ് ചെയ്തത്. 2 പേരും ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ചേർന്ന് 2 പേരെയും അകത്തേക്ക് വിളിച്ചിരുത്തി. അവർ കുറച്ചുകൂടി നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ച് വൈകുന്നേരം കഴിക്കാനുള്ള ഭക്ഷണങ്ങളും ചായയും ഒക്കെ അമ്മ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ സോഫയിലേക്ക് ഇരുന്നുടനെ തന്നെ അമ്മ അടുക്കളയിലേക്ക് ഓടിപ്പോയി പലഹാരങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ എന്തിനാ ഇതിനു മാത്രം പലഹാരങ്ങളും സാധനങ്ങളും ഒക്കെ? അമ്മാള് ഒരുതരം അത്ഭുതത്തോടെയായിരുന്നു മേശയിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് അമ്മയെ നോക്കി ചോദിച്ചത്. അവളുടെ ആ ചോദ്യത്തിൽ എൻ്റെ വീട്ടിൽ ഇത്രയും മാത്രം സാധനങ്ങൾ കഴിക്കാനുണ്ടായിരുന്നോ എന്നൊരു അത്ഭുതകരമായ ഭാവമായിരുന്നു. അവളുടെ ആ ചോദ്യം കേട്ടതും അമ്മ അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. അമ്മാളും ആരെയും നോക്കാതെ ചായയും കുടിച്ച് അതിൽ നിന്നും തനിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പു അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ അവൾ ഉത്തരം പറയുകയും അതിനനുസരിച്ച് തന്നെ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും പിന്നെ വാതോരാതെ മനുവിനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അവരുടെ വശത്തേക്ക് അവൾ നോക്കാൻ പോയില്ല. അവരമ്മായിയമ്മയും അമ്മായിയപ്പനും മരുമകനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യട്ടെ എന്ന് കരുതി അവൾ താൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എങ്കിൽ മക്കൾ പോയി ഡ്രസ്സൊക്കെ മാറി വാ. സംസാരം അങ്ങനെ തുടർന്നപ്പോൾ അമ്മ ഇടയിൽ കയറി പറഞ്ഞു. കാത്തിരുന്നത് പോലെ അമ്മാളും അപ്പുവിനെ കൂട്ടി മുറിയിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ചേച്ചിയും അനിയും ചേർന്ന് ഓരോന്നൊക്കെ പറയുകയായിരുന്നു. അമ്മാള് മുറിയിലേക്കും അപ്പു അവൻ്റെ മുറിയിലേക്കും പോയി. അമ്മാളുവിൻ്റെ പിന്നാലെ തന്നെ മനുവും വന്നിരുന്നു. അവൻ മുറിക്കകത്തേക്ക് കയറി വന്നപ്പോൾ അമ്മാളു ഇട്ട് മാറാനുള്ള ഡ്രസ്സ് അലമാരയിൽ നിന്ന് എടുക്കുകയായിരുന്നു. മനു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് അവൻ ഇടാനുള്ള ഡ്രസ്സ് എടുത്തു. അപ്പോഴും അവൾ അലമാരയിൽ നിന്ന് ഡ്രസ്സ് നോക്കി കഴിഞ്ഞിട്ടില്ല. അവൻ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാനായി കയറി. അവൻ വന്നത് അറിഞ്ഞതുകൊണ്ട് അമ്മാള് മനഃപൂർവ്വം അവനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയായിരുന്നു.
അവൻ ബാത്റൂമിലേക്ക് കയറിയെന്നറിഞ്ഞതും അമ്മാള് ഡ്രസ്സുമായിട്ട് കട്ടിലിൽ വന്നിരുന്നു. ഫോണെടുത്ത് അമ്മയെ വിളിച്ചിവിടെ എത്തിയെന്ന് പറഞ്ഞു. അമ്മയോട് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു മനു കുളി കഴിഞ്ഞിറങ്ങിയത്. അവനെ ഒന്ന് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളും തിരികെ കുളിക്കാൻ കയറി. കുളിച്ചു കഴിഞ്ഞ് തിരികെ ഇറങ്ങി വന്നപ്പോൾ അവനെ മുറിയിലൊന്നും കാണാതെ വന്നപ്പോൾ തന്നെ അവൻ പുറത്തേക്കിറങ്ങി കാണും എന്നവൾ ഊഹിച്ചു. കണ്ണാടിയുടെ മുന്നിൽ സിന്ദൂരമൊക്കെ ഇട്ട് മുടിയൊന്ന് കോതി ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് അമ്മാൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇനി അമ്മയ്ക്ക് അത് മതിയാകും. മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മനുവും അച്ഛനും കൂടി സംസാരിക്കുന്ന ശബ്ദം അമ്മാൾ കേട്ടിരുന്നു. ലിവിങ് ഏരിയയിലേക്ക് വന്ന് നോക്കുമ്പോൾ സോഫയിലിരുന്നുകൊണ്ട് അച്ഛനും മനുവും നല്ല സംസാരമാണ്. അച്ഛൻ അവനോടുള്ള സംസാരം കാരണം താൻ വന്ന് നോക്കിയതൊന്നും കണ്ടിട്ട് പോലുമില്ല. അമ്മ പിന്നെ അടുക്കളയിൽ കാര്യമായ ജോലികളിലായിരിക്കും എന്നറിയാം. കാരണം ആകെയുള്ളൊരു മരുമകനല്ലേ വിരുന്നിന് വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മാളും അമ്മയെ അന്വേഷിച്ച് നേരെ അടുക്കളയിലേക്ക് നടന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.